തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ അറ്റകുറ്റപ്പണി നടത്താൻ പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. മാഗ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ പേര്. ഇന്നോവേറ്റീവ്സ് ആൻഡ് സൊല്യൂഷൻസ് എന്നൊക്കെ നീട്ടി വലിച്ച പേരൊക്കെ ഈ സ്ഥാപനം എഴുതിയിട്ടുണ്ട്. ഈ സ്ഥാപനം ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ചാൽ, അവിടെ ചേരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് 1,86,000 രൂപ 10 മാസത്തേക്ക് ഫീസ് ഇനത്തിൽ വാങ്ങുന്നു. 10 മാസത്തെ കോഴ്സിന് 1,86,000 രൂപ. അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ ഇതൊക്കെ ഞാൻ ആ ഡോക്യുമെന്റ് ഒക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഇനി സൗണ്ട് ബൈറ്റുകളുണ്ട്, വിദ്യാർത്ഥികളുടെ പരാതികളുണ്ട്, അതൊക്കെ ഈ വാർത്തയിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇവര് ഈ പൈസ വാങ്ങിയിട്ട് വാഗ്ദാനം ചെയ്യുന്നത് വിദ്യാർത്ഥിക്ക് അവിടെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി എന്നാണ്. അങ്ങനെ കാട്ടാക്കട സ്വദേശിയായ രാധാകൃഷ്ണൻ തന്റെ 19 വയസ്സുള്ള മകനെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തു. രാധാകൃഷ്ണൻ ചേട്ടന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കവടിയാറിൽ തട്ടുകട നടത്തിയാണ് അദ്ദേഹത്തിന്റെ കുടുംബം നോക്കുന്നത്. മകന് ഒരു തൊഴിലാകുമല്ലോ, അതുകൊണ്ടാണ് +2 കഴിഞ്ഞ ഉടനെ മകനെ ഇങ്ങനെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിൽ കൊണ്ട് ചേർത്തത്. കടം വാങ്ങിയും ചിട്ടി പിടിച്ചുമൊക്കെ അദ്ദേഹം ഈ ഫീസ് മുഴുവൻ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ജോലി വേണമല്ലോ, വാഗ്ദാനം ചെയ്ത ജോലിയാണല്ലോ. അദ്ദേഹം ജോലി ചോദിച്ചപ്പോ മകന് തമിഴ്നാട്ടിൽ ഒരിടത്ത് ജോലി കൊടുത്തു. കടലൂർ എന്ന പ്രദേശത്ത് ജോലി ശരിയായി എന്ന് പറഞ്ഞു. അപ്പോൾ 19-കാരനെ അങ്ങോട്ടേക്ക് തനിച്ചു വിടാൻ ഈ അച്ഛന് മനസ്സ് വന്നില്ല. 19-കാരന്റെ ടിക്കറ്റൊക്കെ ഈ മാഗ്നസ് തന്നെ എടുത്തു. അതൊന്നും കള്ളമൊന്നുമല്ല, ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തു. അവിടെ മകനെത്തി. അച്ഛൻ 1,200 രൂപ എക്സ്ട്രാ ചെലവഴിച്ച് ടിക്കറ്റ് എടുത്ത് മകനൊപ്പം അവിടെ എത്തി. പക്ഷേ മകന്റെ താമസ സ്ഥലമൊക്കെ കണ്ട് അച്ഛൻ തകർന്നുപോയി. വൃത്തിശൂന്യമായ കക്കൂസ്, ടോയ്ലറ്റ്, കുടിക്കാൻ വെള്ളമില്ല, ഒഴിഞ്ഞ ക്യാനാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, തുച്ഛമായ ശമ്പളമാണ് എന്ന് ഈ മകൻ മനസ്സിലാക്കി. അപ്പോൾ പ്രാണനും കൊണ്ട് അപ്പൻ ഈ മകനെയും പിടിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിൽ വന്നു. എന്നാൽ മകനൊരു സർട്ടിഫിക്കറ്റ് എങ്കിലും വേണമല്ലോ, ഇവരുടെ ജോലി വേണ്ട, സർട്ടിഫിക്കറ്റ് ചോദിച്ചു പോയപ്പോൾ 85,000 രൂപ വീണ്ടും ഈ സ്ഥാപനം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം ഇതൊരു വാർത്തയാക്കണം, ഇതൊരു കേസാക്കണം, താൻ നേരിട്ടത് വലിയ വമ്പൻ തട്ടിപ്പാണ്, താൻ മാത്രമല്ല അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ തട്ടിപ്പിന് ഇരകളാണ് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹം മാധ്യമങ്ങളെ സമീപിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ശരിക്കും ഞാൻ നടുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. സംഭവിച്ച എൻ്റെ മോനെ ആറ്റിങ്ങൽ മൊബൈൽ ടെക്നിക്കലിൽ കൊണ്ട് പഠിക്കാൻ പറ്റും. 1,86,000 രൂപ ഫീസാണ് 10 മാസത്തെ ക്ലാസ്. ആ 10 മാസ ക്ലാസ് കഴിഞ്ഞ് പിന്നെ സർട്ടിഫിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് 10 മാസം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 1 വർഷം ട്രെയിനിങ്ങിന് പോകണം. ഈ ട്രെയിനിങ്ങിന് പോകുന്ന സ്ഥലം കടലൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ആഹാരമില്ല, ഭക്ഷണവുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ സ്ഥലമില്ല, ബാത്റൂമാണ് ഈ വൃത്തികെട്ട ബാത്റൂമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ അവരിപ്പോൾ വന്ന് സർട്ടിഫിക്കറ്റ്, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് 85,000 രൂപ അവർ ആവശ്യമായി. പിന്നെ 2 ചെക്ക് ലീവ് ഞങ്ങൾ വാങ്ങിച്ചു. അതിൽ ഒരു ചെക്ക് എൻ്റെ മോൻ്റെ പേരിലേക്ക് ഇപ്പോൾ 85,000 രൂപ പതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവർ പറ്റിച്ചു. അത് 4 ടീച്ചർമാരാണ് ഞങ്ങളെ ക്ലാസ് എടുത്തത്. ഞങ്ങളിങ്ങനെ വാഗ്ദാനങ്ങൾ 50,000 രൂപ തൊട്ട് 50,000 രൂപ മുതൽ 60,000 രൂപ ശമ്പളം തരും, ജോലി ഉടനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് മോദി പറ്റിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. 56 സെക്കൻഡുള്ള ആ സൗണ്ട് ബൈറ്റ് നിങ്ങൾ കേട്ടു. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആറ്റിങ്ങലിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കൊല്ലത്തേക്കുള്ള വഴിയിൽ ഒരു പ്രധാനപ്പെട്ട ടൗണാണ്. സാധാരണക്കാരായ ആളുകൾ കിഴക്കൻ മേഖലയിലും, ജില്ലയുടെ കിഴക്കൻ മേഖലയിലും, അതുപോലെ തന്നെ വർക്കല, കല്ലമ്പലം, ആ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ പഠിക്കാൻ എത്തുന്നുണ്ട്. ഇവരിങ്ങനെ തട്ടിപ്പിനെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ശരിയാക്കി കൊടുക്കും. മൊബൈൽ ടെക്നീഷ്യനായും ലാപ്ടോപ്പ് ടെക്നീഷ്യനുമായിട്ടൊക്കെ ഏതെങ്കിലും ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കലൊക്കെ ഉണ്ട്. ആ സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആളിന് പ്രതിമാസം 30,000 രൂപ മുതൽ 40,000 രൂപ ഈ മാഗ്നസ് എന്ന കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. ഈ കമ്പനി ഈ പിള്ളേർക്ക് കൊടുക്കുന്നതാകട്ടെ ഈ 1 വർഷത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. വെറും 5,000 രൂപ. കാട്ടാക്കടയിൽ നിന്ന് ആറ്റിങ്ങൽ വന്ന് പഠിച്ച് അവിടെ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്ന കുട്ടിക്ക് ലഭിക്കുന്നത് വെറും 5,000 രൂപ. അന്തിച്ചുപോയി. ഇതിനെക്കുറിച്ച് പരാതിയുമായി രാധാകൃഷ്ണൻ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസുകാർ പറയുന്നത് ഇത് ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല. കാരണം നമുക്ക് വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ആറ്റിങ്ങൽ പോലീസുകാർക്ക് മാഗ്നസുകാർ കിമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇനി പോലീസ് എന്ന് പറയുമ്പോൾ പോലീസിന്റെ തലപ്പത്തൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ. രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഇത് ശുദ്ധ തട്ടിപ്പാണ്, നടക്കുന്നത്, ഉടൻ തന്നെ കേസെടുക്കും, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, അച്ഛൻ ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു.
അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ മാഗ്നസിന്റെ ആളിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ വിളിച്ചു. അയാൾ ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്തു, ഇപ്പോൾ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞു. മണിക്കൂറുകളൊക്കെ കാത്തിരിക്കാൻ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമയമില്ല. എങ്കിലും കുറച്ച് കാത്തിരുന്നപ്പോൾ ആരും വിളിച്ചില്ല, തിരികെ വിളിച്ചതുമില്ല, പിന്നീട് വിളിച്ചിട്ട് ആ ഫോൺ എടുക്കുന്നുമില്ല. ഇതാണ് അവസ്ഥ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പോലും ആ ഫോൺ കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇവന്മാർ എന്തുമാത്രം തരികിടകളും തട്ടിപ്പുമായിരിക്കും. വെല്ലുവിളിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ്. പക്ഷെ ആഭ്യന്തരമന്ത്രി അതൊന്നും വിട്ടുകൊടുക്കില്ല. ആഭ്യന്തരമന്ത്രി കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ പോലീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ ചില ഏമന്മാർ ചിരിച്ചു കാണിച്ചില്ലേ, ഈ പാവം അച്ഛനെ നോക്കി ചിരിച്ച് കൊഞ്ഞനം കുത്തി കാണിച്ച ഏമന്മാരുടെ തൊപ്പിയും ചിലപ്പോൾ തെറിച്ചു പോകും. കളിക്കുന്നത് രമേശ് ചെന്നിത്തലയോടാണ് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് അവിടെ പഠിച്ച കുട്ടികളെ കുറിച്ച് പറയാൻ വിട്ടുപോയി. കുട്ടികൾ എങ്ങനെയാണ്? പാവം കൂലിപ്പണിക്കാരായ അപ്പനും അമ്മയും കല്യാണ ചെലവിന്, മകളുടെ കല്യാണ ചെലവിന് വേണ്ടി വെച്ചിരുന്ന കാശ് അതെടുത്ത് മകളെ ഒന്ന് പഠിപ്പിക്കാം, മകൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമല്ലോ എന്ന് വെച്ച് മകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരുവഴിയാണ്. ആ പൈസയും പോയി, കുട്ടിക്ക് ജോലിയുമില്ല. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളുടെ പേര് മാറ്റിയും ആ പദ്ധതിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ, വീട്ടുജോലിക്ക് പോയി മക്കളെ പഠിപ്പിക്കാൻ പൈസ സമ്പാദിച്ചു കൊടുത്തവർ, അങ്ങനെയുള്ള സാധാരണക്കാരായ രക്ഷിതാക്കൾ, അവരെയൊക്കെയും അവരുടെ മക്കളുടെ ഭാവിയൊക്കെയും ഇവര് ക്രൂശിച്ചു കളഞ്ഞു, ഇവർ കൊള്ളയടിച്ചു കളഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് മാഗ്നസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തട്ടിപ്പിനിലൂടെ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചത് എന്നത് പരമാർത്ഥമാണ്. പോലീസ് അവരെ പിടിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് തർക്കമില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, അവിടെ അംഗമാണ്. അവിടെ ഞങ്ങൾ നടത്തുന്ന കോഴ്സുണ്ട് പ്രസ് ക്ലബ്ബ് ജേർണലിസം പഠിക്കണമെങ്കിൽ ഡിഗ്രി വേണം. കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഒരു കോഴ്സുണ്ട്, സൗണ്ട് ആക്ടിംഗ് കോഴ്സ്. അതിന് പഠിച്ചു കഴിഞ്ഞാൽ +2 മതി യോഗ്യത. അവന് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വന്തമായി ഓൺലൈൻ റേഡിയോ തുടങ്ങാം, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ പുസ്തക വായന, അതുപോലെ ഓൺലൈൻ റേഡിയോ, അതുപോലെ തന്നെ RJ VJ ഇതൊക്കെ ആകാനുള്ള പരിശീലനമാണ് ആ കോഴ്സിലൂടെ കൊടുക്കുന്നത്. ആ കോഴ്സിന്റെ, അതായത് യുവന്മാർ തട്ടിച്ചു വാങ്ങുന്ന 1.25-2 ലക്ഷത്തോളം രൂപയുടെ 4 അംശം പോലുമില്ല ഈ പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഈ കോഴ്സുകൾക്ക് എന്നറിയുമ്പോൾ ഞെട്ടിപ്പോകും നിങ്ങൾ. കൃത്യമായി തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പുള്ള ജോലിയും അതിന്റെ കോഴ്സുമാണ് പ്രസ് ക്ലബ്ബ് നടത്തുന്നത്. എന്നിട്ട് അതിന് ഈടാക്കുന്ന ഫീസ് ആകട്ടെ തുച്ഛമായ ഫീസ്. ഞാനൊരു കമ്പാരിസൺ പറഞ്ഞു എന്ന് മാത്രം. കുട്ടികൾക്ക് ഭൗതികമായ ഉണർവ് ലഭിക്കും, അവർക്ക് വൈറ്റ് കോളർ, അതായത് ചെന്ന് ആരുടെയും കാല് പിടിക്കാതെ തന്നെ ആത്മാഭിമാനത്തോടെ പണിയെടുക്കാൻ പറ്റുന്ന വേദികൾ തുറന്ന് ലഭിക്കുകയും ചെയ്യുന്ന കോഴ്സുകൾക്ക് തുച്ഛമായ ഫീസ് ഈടാക്കി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃതമായി തന്നെ നിലവിലുള്ളപ്പോഴാണ് ഇമാതിരി തട്ടിപ്പ് ആറ്റിങ്ങലിരുന്ന് ഈ ഊള മാഗ്നസ് ചെയ്യുന്നത്. ഇവനെയൊക്കെ കയ്യാമം വെച്ച് തുറുങ്കിൽ അടയ്ക്കുക തന്നെ വേണം. ഏതായാലും ആ ശബ്ദവും അതുപോലെ തന്നെ ആ വീഡിയോയും നിങ്ങൾ കേട്ട് കാണുമല്ലോ. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ ചാനലിന്റെ പ്രൊമോഷന് വേണ്ടിയല്ല, തട്ടിപ്പിൽ വേറെ കുട്ടികൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്.